ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കേരള പാഠാവലിയിലെ യൂണിറ്റ് 1-ലെ 3 പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 3 പാഠങ്ങളിലും വരുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഓണപരീക്ഷയ്ക്കും അതേപോലെ തന്നെ യൂണിറ്റ് വൈസ് എക്സാം നമുക്ക് മന്ത്ലി ടെസ്റ്റൊക്കെ നടക്കുമല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നമ്മൾ ഇതിൽ കൊയക്കട്ടയിൽ വലിയമ്മയെയും പഠിച്ചു, അതേപോലെ തന്നെ ചട്ടിപ്പത്തിരിയിൽ ബിച്ചായിസ് താത്തയെയും പഠിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കൊരു താരതമ്യ കുറിപ്പ് എഴുതാനാണ്. നമ്മൾ ആരെയാണ് താരതമ്യം ചെയ്യേണ്ടത്? കൊയക്കട്ടിലെ വല്യമ്മയെയും ചട്ടിപ്പത്തിരിയിലെ ബിച്ചായിസ് താത്തയെയുമാണ്. അപ്പോൾ നമുക്കതൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. രണ്ടാളും 2 തരത്തിലുള്ള കുടുംബത്തിനോട് ആത്മാർത്ഥതയും സ്നേഹവും പുലർത്തുന്നവരാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അവരെ പറ്റി എഴുതാനുള്ളത് നോക്കാം. ആദ്യത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? അവർ രണ്ടാളും കുടുംബസ്നേഹമുള്ളവരാണല്ലേ. വലിയമ്മയും ബിച്ചായിസ് താത്തയും കുടുംബസ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവരിൽ രണ്ടിലും നമ്മൾ പൊതുവായി കാണുന്ന ഒരു സ്വഭാവ ഗുണമേന്മ എന്ന് പറയുന്നത് എന്താണ്? കുടുംബസ്നേഹമാണ്. രണ്ടാളും 2 തരത്തിലുള്ള സ്നേഹമാണ്. വലിയമ്മക്ക് കൊച്ചുമക്കളോട് വാത്സല്യത്തോടെ പെരുമാറുകയും കൊയക്കട്ടയിലൂടെ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബിച്ചായിസ് താത്ത കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കുകയും എല്ലാവരെയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇരുവരും അധ്വാനശീലരും അതേപോലെ കരുതലുമുള്ളവരാണ്. കുടുംബാംഗങ്ങളുടെ സന്തോഷമാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. കുടുംബാംഗങ്ങളുടെ സന്തോഷമാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. സ്നേഹവും ത്യാഗവും ഉത്തരവാദിത്ത ബോധവും ഈ 2 കഥാപാത്രങ്ങളുടെയും പ്രധാന സ്വഭാവ ഗുണങ്ങളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ബി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാ പ്രവർത്തനത്തിൻ്റെയും കൂടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ 1 മാർക്കിൻ്റെ ഒരു ബി ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ബിച്ചായിസ് താത്തയുടെ പ്രധാന സ്വഭാവ ഗുണം എന്താണ്? അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മടുപ്പ്, നേതൃത്വ പാടവം, സ്വാർത്ഥത, ഭയം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലിയറായിട്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയാം അല്ലേ. ബിച്ചായിസ് താത്തയുടെ പ്രധാന സ്വഭാവ ഗുണം അവരുടെ നേതൃത്വ പാടവമാണ്. അതെന്തുകൊണ്ടാണ്? ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ അവരാണ് നേതൃത്വം വഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും ഒന്നിച്ചു കൂട്ടുന്നതും അതിൻ്റേതായ രീതിയിൽ ചട്ടിപ്പത്തിരി നല്ല രീതിയിൽ ഉണ്ടാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ ആരാണ്? ബിച്ചായിസ് താത്തയാണ്. അപ്പോൾ അവരുടെ പ്രധാന സ്വഭാവം എന്ത് എഴുതാം നമുക്ക്? നേതൃത്വ പാടവം. ഇനി അടുത്ത ചോദ്യം സങ്കല്പിച്ച് എഴുതാനാണ്. എന്താണ് സങ്കല്പിക്കേണ്ടത്? നമ്മളാണ് കൊയക്കട്ടയിൽ വല്യമ്മ എന്ന് വിചാരിക്കുക. അപ്പോൾ കൊച്ചു മക്കൾക്ക് കൊയക്കട്ട കൊടുത്ത ശേഷമുള്ള ആ മനോഭാവം സങ്കല്പിച്ച് എഴുതാനാണ്. ഇന്ന് എൻ്റെ കൊച്ചു മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള കൊയക്കട്ട കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർ സന്തോഷത്തോടെ അത് കഴിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഉണ്ടാക്കിയത് ഒരു പലഹാരം മാത്രമല്ല, എൻ്റെ സ്നേഹവും വാത്സല്യവും കൂടിയാണ്. അവരുടെ പുഞ്ചിരിയും സന്തോഷവുമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും കരുതലും നിലനിൽക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. കൊയക്കട്ടയിൽ നിറഞ്ഞിരിക്കുന്ന പ്രധാന വികാരം ഏതാണ്? കോപം, വാത്സല്യം, ഭയം, അസൂയ. അറിയാലോ, വാത്സല്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചട്ടിപ്പത്തിരി എന്ന പാഠം കുടുംബത്തിലെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ചട്ടിപ്പത്തിരി എന്ന പാഠത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മനോഹരമായ ദൃശ്യം കാണാം. ഒരാൾ മാത്രം ജോലി ചെയ്യുന്നതല്ല, ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത്. ബിച്ചായിസ് താത്ത എല്ലാവരെയും ഏകോപിപ്പിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. കൂട്ടായ പ്രവർത്തനം ജോലികൾ എളുപ്പമാക്കുകയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പരസ്പര സഹകരണവും സ്നേഹവും ഉത്തരവാദിത്ത ബോധവും കുടുംബജീവിതത്തെ സന്തോഷകരമാക്കുന്നു എന്ന സന്ദേശമാണ് ഈ പാഠം നൽകുന്നത്. ചോദ്യം നോക്കാം. ബി ചോദ്യം നോക്കാം. ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അബു, കൽമേയി, ബിച്ചായിസ് താത്ത, ഉസ്മാൻ. ആരാണ്? ബിച്ചായിസ് താത്ത.
ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുക്കള എന്ന കവിതയിലെ അവസാന വരി ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനെ ആസ്പദമായി കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ടി.പി. രാജീവൻ രചിച്ച അടുക്കള എന്ന കവിത സ്ത്രീയുടെ അദൃശ്യമായ അധ്വാനത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. സമൃദ്ധമായ വീട്ടിലെ അടുക്കളയിൽ ഒരാൾ നിരന്തരം പണിയെടുക്കുന്നതാണ് കവിതയുടെ പ്രമേയം. എന്താണ് പ്രമേയം? സമൃദ്ധമായ വീട്ടിലെ അടുക്കളയിൽ ഒരാൾ നിരന്തരം പണിയെടുക്കുന്നതാണ് കവിതയുടെ പ്രമേയം. കറി നുറക്കൽ, അരിക്കൽ, പാചകം, വൃത്തിയാക്കൽ തുടങ്ങി അനവധി ജോലികൾ തുടർച്ചയായി ചെയ്തിട്ടും അവളുടെ വിശപ്പും ക്ഷീണവും ഒരാൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന എന്ന വരിയിലൂടെ സ്ത്രീയുടെ ശാരീരിക വിശപ്പിനേക്കാൾ സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും വിശപ്പാണ് കവി സൂചിപ്പിക്കുന്നത്. ലളിതമായ ഭാഷയും ശക്തമായ ആശയവും സാമൂഹിക പ്രസക്തിയും കവിതയെ ശ്രദ്ധേയമാക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുക്കള എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ONV കുറുപ്പ്, ടി.പി. രാജീവൻ, സുഗതകുമാരി, ആറ്റൂർ രവിവർമ്മ. അപ്പോൾ നമുക്കറിയാലോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ടി.പി. രാജീവനാണ് അടുക്കള എന്ന കവിതയുടെ രചയിതാവ്.